ശബ്ദങ്ങളാകാൻ ഇനി ഞാൻ എത്ര കാത്തിരിക്കണം? പ്രണയം ആമയുടെ തോട് പോലെ ആയിരുന്നെങ്കിൽ അനങ്ങാതെ തല പുറത്തിടാതെ അതിനകത്ത് കഴിയണം. എത്ര സുന്ദരമായ നിമിഷങ്ങളാണ്. അടുത്തപ്പോഴേക്കും അകലാൻ തുടങ്ങുന്ന തീവണ്ടിയാണ് പ്രണയം. ശബ്ദങ്ങളാകാൻ ഇനി ഞാൻ എത്ര കാത്തിരിക്കണം? മിസ്റ്റർ കേണൽ, എന്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു. അത് പറ്റില്ല, കുറച്ച് നേരം കൂടി പ്ലീസ് പ്ലീസ്. ഓക്കെ കേണൽ പറഞ്ഞു, ഞാൻ കേൾക്കാം. അത് പറ്റില്ല പ്ലീസ്. ശരി, അങ്ങനെയാണെങ്കിൽ പുറപ്പെട്ട ഒരു കാഴ്ചയാണ് പ്രണയം. ഒരിക്കൽ മറച്ചു പിടിച്ച ഓർമ്മകൾ ഇന്നെന്നിൽ കാറ്റിന്റെ ചിരി വിടർത്തി. ഗുഡ് മോർണിംഗ് തീരുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് ആകുന്നതാണ് പ്രണയം. അത് കലക്കി ഗ്രൂപ്പ് ചെയ്ത് തപ്പിയതായിരിക്കും. കുറച്ച് നാളായില്ലേ നമ്മൾ തമ്മിലുള്ള ഈ പൊട്ടംകളി. ഏയ്, അതൊന്നും കൊണ്ടല്ല. ജോളി ഈസ് എ ക്രിയേറ്റീവ് പേഴ്സൺ. പുകഴ്ത്തല്ലേ കണല്ലേ, പുകഴ്ത്തല്ലേ. അതെ, മമ്മീസിന്റെ വീഡിയോ കോൾ വരാൻ സമയമായി. അപ്പോ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഓക്കെ. ഒരിക്കൽ മറച്ചു പിടിച്ച ഓർമ്മകൾ ഇന്നെന്നിൽ കാറ്റിന്റെ ചിരി വിടർത്തി. ഗുഡ് മോർണിംഗ് തീരുന്നതിന് മുമ്പ് ഗുഡ് നൈറ്റ് ആകുന്നതാണ് പ്രണയം. അത് കലക്കി. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. അവിടുത്തെ ഇങ്ങനെ പെട്ടെന്ന് അപ്രത്യക്ഷമായ ഈ ഉള്ളവന് പേടിയാകുമേ മഹാസു. അപ്പോ നമ്മൾ എവിടെയാണ് നിർത്തിയത്? കക്കൂസ് വാറ്റേന്ന് വിളിച്ച ഉദയൻ ടിവിയുടെ കാര്യമല്ലേ? ഓ, പാപ്പിച്ചായനെയും ജോളിയെയും കുറിച്ചല്ലേ ഇപ്പോഴത്തെ രചന? മഹാസു അനുഗ്രഹിക്കണമേ. ഈ ഉള്ളവന് ഓർമ്മശക്തി കുറവാണെന്ന് അവിടുന്ന് അറിയത്തില്ലയോ? രക്ഷിക്കണേ മഹാസു, രക്ഷിക്കണേ. അനുഗ്രഹിക്കണേ മഹാസു, അനുഗ്രഹിക്കണേ മഹാസു. അങ്ങനെ പാപ്പിയും ജോളിയും തമ്മിൽ ഫോൺ വിളികൾ തുടരുന്നു. കുട്ടുബാബേ കൈപക്ക കുട്ടുബാബേ കൈപക്ക കുട്ടുബാബേ കുടുബാബേ കൈപക്ക കുടുബാബേ കുട്ടുബാബേ കൈപക്ക കുടുബാബേ. ഇത് കണ്ട കൈവൊക്കെ ഇരിക്കുന്നുണ്ട്. കുട്ടുബാബേ കൈമുക്ക് കുടുവാവേ കൈമുക്ക് കുടുവാവേ കൈമുക്കട കുടുവാവേ. എന്നിട്ട് ബാക്കിയും കൂടെ തുടങ്ങിക്കോ. പ്രശസ്ത മഹാകവി ഊളന്നൂട് ചന്തു, അനുറ്റിയോ, ഉദയൻ ടി വി, പാപ്പിച്ചായൻ, ജോളി ഫെർണാണ്ടസ്. ഇവരൊക്കെ ആരാ? ആ സബാഷ്. മഹാസു പറയുന്നു, ഞാൻ എഴുതും. അതാണ് ചോദ്യം. ഈ കഥാപാത്രം തമ്മിൽ എന്ത് കണക്ഷനാണ്? എന്തായാലും കാണുമായിരിക്കും, അല്ലാതെ ഒന്നും മഹാസു പറയത്തില്ലല്ലോ. എന്ത് കണക്ഷൻ? ആ കുട്ടി കഥവേലി തട്ടുന്ന മഹാസുവിന്റെ അടുത്ത് പറഞ്ഞോ? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ മഹാസുവിന് അറിയാൻ പറ്റുന്നില്ലേ? പിന്നെ ഇനി വരാനുള്ള നൂറ്റാണ്ടുകളെ കുറിച്ച് വരെ മഹാസുവിന് അറിയാം. എനിക്കങ്ങനെ തോന്നുന്നില്ല. മഹാസു അനുഗ്രഹിക്കണേ, മഹാസു. ഡേ, എന്നെ എന്ത് വേണമെങ്കിലും പറയാം. എന്റെ മഹാസുനെ തൊട്ട് കളിച്ചാൽ കളി മാറുവേ. കുട്ടുബാബേ കൈമുക്ക് കുടുബാബേ. സ്നേഹം മിണ്ടാതിരിക്കും, വിശപ്പ് മിണ്ടാതിരിക്കില്ല.
പട്ടിണി മിണ്ടാതിരിക്കില്ല. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. യഥാർത്ഥ ഭാഷ സംസാരിക്കാൻ കഴിയുന്നത് വിശപ്പിനാണ്. അവിടെയല്ല, ഇവിടെ വിശപ്പിന്. അരിച്ചിരിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഒരു ദിവസം രാവിലെ ഒരു മനുഷ്യൻ ഭക്ഷണം അന്വേഷിച്ചിറങ്ങുകയായി. കേൾക്കുമ്പോൾ ഔപചാരികമായി തോന്നാമെങ്കിലും ഇതൊരു സത്യമാണ്. പ്രഭാതം ഉണർത്തുന്ന തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടുന്നു പാതി വെന്തൊരു ഓംലേറ്റ്. ഹായ് എഴുത്താളുകളെ, ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മെഷീൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ എഴുത്താളുകൾക്കും സ്വാഗതം. ചുവരെഴുത്തുകൾ കൊണ്ട് സമ്പുഷ്ടമായ കേരള മതിലുകൾ, തട്ടുകടകൾ കൊണ്ട് ഇക്കിളിയാക്കുന്ന ഭക്ഷണ ചലഞ്ചുകൾ, മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും അല്പം മൈദയിൽ മുങ്ങിയ പാതിയേറിയ പൊറോട്ട. മണവും രുചിയും ചേർന്ന് തീരാത്ത കഥകളാണ് നമ്മെ ആകർഷിക്കുന്നത്. ഇവിടെ ഭക്ഷണമാണ് ചരിത്രം. എന്നിട്ടും എന്തേ, തലകീഴാമ്പാടൊരു കിണർ എന്ന നോവലിലെ, ഞാൻ എഴുതുന്ന നോവലിലെ പ്രശസ്ത മഹാകവി ഊളന്നൂട് ചന്തു ഭക്ഷണം അന്വേഷിച്ച് ഒരു യാത്രയൊക്കെ ഇറങ്ങേണ്ടി വന്നു. ഭക്ഷണം അന്വേഷിച്ച് ഒരു യാത്ര പോകേണ്ടി വന്നു. യാത്ര എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ സാഹിത്യ ഭാഷയാണ്. ഭക്ഷണം അന്വേഷിച്ച് അയാൾ ഇറങ്ങുകയാണ്, ഇറക്കുകയാണ്. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. ഒരു മുട്ട കൊണ്ട് ഒരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റായി. പരിണാമത്തിന്റെ അങ്ങേ അറ്റത്തെ ചെറു ശകലങ്ങളിൽ നിന്നും അനക്കമറ്റാത്ത ചെറുജീവികൾ പോലും ഒറ്റയ്ക്കും കൂട്ടായും പരിശ്രമിച്ചെടുക്കുന്ന ജീവിതത്തിന്റെ DNA അപാരതയിലേക്കാണ് കവി ഉറ്റുനോക്കുന്നത്. ഒരു മുട്ട കൊണ്ട് ഒരു മുട്ടയിൽ തട്ടി, ഒടുവിലത് മറ്റൊരു ജീവന്റെ ഭക്ഷണമായി മാറുന്നു, ഓംലേറ്റായി തീരുന്നു. ഒഴിവാക്കപ്പെടാത്തവന്റെ അടിമത്തത്തിന്റെ കറുത്ത ദോഷക്കല്ല് തെളിയുകയായി. അതും പ്രഭാതത്തിന്റെ തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടും. കറുത്ത ദോഷക്കല്ലിനുമേലെ പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടുന്നു. പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടുന്നു. പാതി വെന്തൊരു ഓംലേറ്റ്, പാതി വെന്തൊരു ഓംലേറ്റ്. ഒരിക്കലും മറച്ചു വെക്കാതെ തുറന്നു പറയുകയാണ് കവി എന്താണ് പാതി വെന്തൊരു ഓംലേറ്റ് എന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞ ചുവരെഴുത്തുകളുടെ സമ്പുഷ്ടമായ കേരള മതിലുകൾ, ചുവരെഴുത്തുകളുടെ സമ്പുഷ്ടമായ കേരള മതിലുകൾ. ഹിസ്റ്ററിയും പുരാണവും എവിടെ ഒന്നിക്കുന്നോ അവിടെ കെമിക്കലിന്റെ വലിയൊരു കുതിച്ചുചാട്ടം നമ്മൾ കാണുകയുണ്ടാകും. അതാണ് ഈ വരികളിലും സംഭവിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും അല്പം മൈദയിൽ മുങ്ങിയ പാതിയേറിയ പൊറോട്ടയും. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും അല്പം മൈദയിൽ മുങ്ങിയ പകുതി കീറിയ പൊറോട്ടയും. ഒട്ടും നാണിക്കാതെ ലജ്ജിക്കാതെ പറഞ്ഞു വെക്കുകയാണ് കവി പൊറോട്ട. പൊറോട്ട എന്ന് പറയുമ്പോൾ മറ്റു പലരുടെയും മുഖം ചുളിയുന്നത് പോലെ തലകീഴാമ്പാടൊരു കിണറെന്ന നോവലിലെ നിമിഷകവി പ്രശസ്ത മഹാകവി ഊളന്നൂട് ചന്തുവിന്റെ മുഖം നാണം കൊണ്ട് കുനിയുന്നില്ല, മറിച്ച് അഭിമാനം കൊണ്ട് ഉയരുകയാണ്. ഐരാവതത്തിനെ ഭൂമിയിലേക്ക് ഇറക്കുകയും പകുതി കീറിയ പൊറോട്ട അതിലൊരു പ്രതിബിംബമാക്കുവാനും കഴിയുന്നത് ആർക്കാണ്? മറ്റാർക്കുമല്ല, പ്രശസ്ത മഹാകവി ഊളന്നൂട് ചന്തുവിന് മാത്രം. എൻ്റെ തൂലികയിൽ പറഞ്ഞ ഐരാവതത്തിനെയും പൊറോട്ടയും ബിംബമാക്കി കുഴയ്ക്കുന്നു. വളരെ വലിയ ലെജൻഡുകൾക്ക് മാത്രം ബുക്കർ പ്രൈസ് സമ്മാനം മേടിക്കുന്ന, അങ്ങനെ അത്തരം ലെജൻഡുകൾക്ക് മാത്രം കിട്ടുന്ന കാഴ്ചയാണ് പ്രശസ്ത മഹാകവി ഊളന്നൂട് ചന്തുവിൻ്റെ ഈ വരികളിലൂടെ കോറിയിടുന്നത്. ഒരു രുചി ഒരു നേരം ഒരു വയറ് കഴിയാൻ എന്ന ചുവരെഴുത്തിനു മുന്നിൽ, ഒരു രുചി ഒരു നേരം ഒരു വയറ് കഴിയാൻ എന്ന ചുവരെഴുത്തിനു മുന്നിൽ ഭിക്ഷാടനമല്ല, യാചനയല്ല, അടിമകളെ മുന്നോട്ടു നീക്കി നയിക്കുന്ന ലീഡർഷിപ്പുകളുടെ കൊടിമരത്തിൻ്റെ ഉയരമല്ല, മറിച്ച് ഭക്ഷണം കൊണ്ട് രുചി കൊണ്ട് ചരിത്രത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന ചുവരെഴുത്തുകൾ ഉണ്ടാക്കുകയാണ് മഹാകവി പ്രശസ്ത ഊളന്നൂട് ചന്തു. ചെകിളയൊട്ടി കാത് കേൾക്കാത്തൊരേമ്പക്കം. ഒരുപക്ഷെ വായനക്കാരൻ്റെ ആദ്യ വായനയിൽ വിശപ്പിനെ ആയിരിക്കും, ഭക്ഷണമില്ലാത്ത അടിവയർ കത്തുന്ന മനുഷ്യൻ്റെ പ്രതിബിംബങ്ങളെ ആയിരിക്കും ഓർമ്മ വരിക. പക്ഷേ തീർത്തും പറയാം, തലകീഴാമ്പാടൊരു കിണറെന്ന ഈ നോവലിലെ വരികൾ ദാരിദ്ര്യത്തിനെ അല്ല ചൂണ്ടിക്കാണിക്കുന്നത്.
18 അടവുമായി പുറത്തേക്ക് എടുത്തു ചാടി മണവും രുചിയും തമ്മിൽ കലർന്നുയർന്നു പൊങ്ങുന്നു. ചെകിളയൊട്ടി കാതു കേൾക്കാത്തൊരേമ്പക്കം 18 അടവുമായി പുറത്തേക്ക് ചാടി. ഞാൻ ആദ്യമേ പറഞ്ഞ കെമിസ്ട്രിയിലേക്ക് മഹാകവി നമ്മളെ വലിച്ചിടുകയാണ്. വെറുതെ ഹേ മനുഷ്യ, ഹേ മനുഷ്യ, സ്വപ്ന ശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ. ഹേ മനുഷ്യ, ഒരു മനുഷ്യായുസ് മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച മഹാന്മാരുടെ ഒരു വാക്ക് ഇവിടെ പറയാതെ തന്നിലെ അവകർഷാബോധം ഉള്ളിലൊതുക്കി കൈതട്ടിത്തിരുമി. തന്നിലെ അവകർഷാബോധം ഉള്ളിലൊതുക്കി കൈതട്ടിത്തിരുമി. സ്വപ്നശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ. മഹാകവി പണ്ഡിതൻ തന്നിലെ അപകർഷതാബോധം ഉള്ളിൽ ഒതുക്കി തിരുമി കൈതട്ടി കുടഞ്ഞു. കളരിയും ആയോധനകലയും എത്രത്തോളം ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നു എന്നുള്ളത് കൈതട്ടിത്തിരുമി എന്ന വാക്കിൽ നിന്നും, എന്ന ബിംബത്തിൽ നിന്നും നമ്മളെ നമ്മുടേതായ ഈ ലോകത്തേക്ക് കവി വലിച്ചിടുകയാണ്. അപ്പോഴും പറയാതെ പറയുകയാണ്, സ്വപ്നത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ. തൻ്റെ തന്നെ സ്വപ്നത്തിൽ നിന്നും തനിക്ക് തന്നെ മുഴുവൻ ലോകത്തേക്ക് ഉണർന്നു വരാൻ കഴിയുമെന്നുള്ള ആ ഒരു ഉൾവിളി, അതുമായി ജനങ്ങളോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് മഹാകവി പണ്ഡിതൻ. ഉപ്പില്ലാതെ അഗ്നിയിൽ നനഞ്ഞ ഒരപ്പത്തിൻ്റെ നിഴൽ പോലെ. എഴുത്താളുകളെ, ഇതിലും വിശ്വവിഖ്യാതമായ പല മഹാകവികളുടെ വരികളിൽ നിന്നും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം. പല കവികളും എഴുതിയ കവിതകളിൽ അതിനു മുമ്പ് കടന്നുപോയിട്ടുള്ള കവികളുടെ വരികളിൽ നിന്നും പലപ്പോഴും ആവർത്തിച്ചെടുക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ തലകീഴാമ്പാടൊരു കിണറെന്ന ഈ നോവലിലെ നിമിഷ കവി ഊളൻമൂട് ചന്തു ഒരു കവിതയിൽ നിന്നും, ഒരു കവിയിൽ നിന്നും, ഒരു മഹാപുസ്തകത്തിൽ നിന്നും ഒന്നും കോപ്പിയടിച്ചിട്ടില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. മഹാകവി നിമിഷകവി ഊളൻമൂട് ചന്തു ഒരു കവിതയിൽ നിന്നും, ഒരു മഹാകവിതയിൽ നിന്നും ഒരു വരി പോലും തോണ്ടിയെടുക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നീരുറവകൾ പറ്റാത്ത തലകീഴാമ്പാടൊരു കിണർ, അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. തീർന്നില്ല. തന്നിലെ അവകർഷാബോധം ഉള്ളിലൊതുക്കി കൈതട്ടിത്തിരുമി തന്നെ നടന്നു. ആ മണം, ആ ഗുണം, ഐരാവതവും ആ കവിയെ പിന്തുടർന്നുകൊണ്ടേ. പറഞ്ഞു തീരും മുമ്പേ കവി ചെകിളയൊട്ടി കാതു കേൾക്കാത്തൊരു ഏമ്പക്കത്തെ ചവിട്ടി അരച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. പാതിവെന്തെങ്കിലും ജീവിതം മുഴുവൻ പാചകമായി തീർക്കാനാണ് നമ്മളിങ്ങനെ ഉള്ളതെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ കവിത. ഈ കവിതയിൽ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഇതാണ് ഈ കവിതയുടെ ആകസ്മികത എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം അതാണ് ഈ കവിതയുടെ പ്രത്യേകത. ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്, ഈ യൂട്യൂബ് ചാനലിലേക്ക് കവിതകൾ എഴുതാനുള്ള എഴുത്താളുകളെ, നോവൽ എഴുതാനുള്ള എഴുത്താളുകളെ തേടുകയാണ്. എഴുത്താളുകളെ, നിങ്ങൾ എന്നെ പിന്തുടരുക. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ ട്യൂട്ടോറിയൽ വീഡിയോ സ്ഥിരമായി കാണുക. എഴുത്താളുകളുടെ ജീവിതം സമ്പൂർണ്ണമാക്കാനും അതിലൂടെ സന്തോഷത്തെ പുനർജനിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ ഈ ഞാൻ എഴുത്താളുകളെ പഠിപ്പിക്കുന്നതാണ്. വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്നത് കൂട്ടുകാരെ, ഹാഫ് കുക്ക്ഡ് സ്റ്റോറി മെഷീനിലെ എന്റെയും എൻ്റെ ഡാഡിയുടെയും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിയായില്ലേ? നോവൽ എഴുതണം, കഥകൾ എഴുതണം, കവിതകൾ എഴുതണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കൈ പൊക്കിക്കേ.